ഡാക്ടർമാർക്ക് ആശുപത്രിയിലേക്ക് 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം കൊണ്ട് കൊടുക്കുന്നു. സാധാരണ ഒരാൾ വന്ന് ഒരു 100 രൂപ കൊടുക്കുന്നവരെ കൊടുക്കുന്നില്ല. പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രവർത്തിച്ച് എന്തെങ്കിലും ചെയ്താലും ജനിക്കുന്നത് വലിയ കാര്യമില്ല, നമ്മുടെ മരണസമയത്താണ് കാര്യം. ജനിക്കുന്ന ആദ്യം എങ്ങനെ വേണമെങ്കിൽ ജനിക്കാം, പക്ഷെ മരണസമയത്ത് നല്ല സന്തോഷമായിട്ട് മരണം വരണമെങ്കിൽ നല്ലതുപോലെ പ്രവർത്തിക്കുക, നല്ലത് ചെയ്യുക. എന്താണ് കാരണം? എന്താ സമാനമില്ലാത്ത? ഇതുപോലെ കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ സമാനമായിട്ട് ഇത്തിരി ഉറക്കാം. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ എന്തായിരിക്കും? സത്യം പറഞ്ഞ് നമ്മൾ ഈ പണം സമ്പാദിക്കുന്നത് വീട്ടിൽ പാമ്പ് വളർത്തുന്ന പോലെയാണ്. നമ്മളിപ്പോൾ വ്യത്യാസമൊന്നുമില്ലാതെ സാറേ പഠിക്കാനൊന്നും നമ്മളാരും പോയിട്ടൊന്നുമില്ല, പഠിച്ചിട്ടില്ല. ഞാൻ 2ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. കേരളത്തിൽ വന്നു ഇതുവരെ ആരും കൊണ്ടുപോയി ചരിത്രമില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയ്ക്കാമായിരുന്നു. ആരും കൊണ്ടുപോകണില്ല, എല്ലാം കൈവീശിയാണ് അവരും പോണത്. ഒരു രൂപയില്ല. എന്തൊരു മനുഷ്യരാണ് ഇവരൊക്കെയാണ് യഥാർത്ഥ ദൈവങ്ങൾ. കടയ്ക്കൽ സ്വദേശി അബ്ദുള്ള 1 ഏക്കർ സ്ഥലമാണ് പണം കൊടുത്തു വാങ്ങി പാവപ്പെട്ടവർക്ക് വീട് വെക്കാനായി നൽകിയത്. നമ്മുടെ നാട്ടുകാരൻ പോലുമല്ല അബ്ദുള്ള. 80കളിൽ കച്ചവടത്തിനായി തമിഴ്നാട്ടിൽ നിന്നുമാണ് അബ്ദുള്ള കടയ്ക്കലെത്തുന്നത്. പിന്നീട് വളർത്തിയ നാടിനോടാണ് ഈ വലിയ മനുഷ്യൻ്റെ കരുതൽ. അബ്ദുള്ള വാങ്ങി നൽകിയ വസ്തുവിൽ കടയ്ക്കൽ പഞ്ചായത്തു നിന്നുള്ള 25 നിർധനർക്കായി വീട് വെച്ച് നൽകുന്നത് ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണലാണ്. എന്ത് പറയാം, പിന്നെ എൻ്റെ പേര് അബ്ദുള്ള. കടയ്ക്കൽ KM സ്റ്റോർ സ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏതാണ്ട് 1 ഏക്കർ വസ്തു ലൈഫ് പദ്ധതിയിലേക്ക് വേണ്ടി അന്ന് 6 വർഷത്തിന് മുമ്പേ പഞ്ചായത്തിന് എഴുതി കൊടുത്തതാണ്. അവർ വീട് വയ്ക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി തടസ്സങ്ങൾ അങ്ങോട്ട് കണ്ടത് സാമ്പത്തികപരമായി അല്ലാതെ വന്നുകൊണ്ട് താമസം ഉണ്ടായി. എങ്കിലും ഇപ്പോൾ ഇവർ ഇപ്പം പുതിയ ലയൺസ് ക്ലബ്ബുകാർ വന്ന് വീട് വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അതവർ കേട്ടപ്പോൾ സന്തോഷമായി. ഏതായാലും അവർക്ക് ആ മനസ്സും 26 വീട് വയ്ക്കാന്നുള്ള ഇത് അവർ പറഞ്ഞിരിക്കുകയാണ്. സന്തോഷം. ദൈവത്തിൻ്റെ പ്രാർത്ഥന ഇന്നും അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത് മനസ്സെന്ന് പറഞ്ഞാൽ നമ്മളിത് നമ്മൾ തുടക്കത്തോടെ കഷ്ടപ്പെട്ടില്ല വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു 10-20 പേർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ഒരു വസ്തു കൊടുക്കണം മനസ്സുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പഞ്ചായത്ത് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടി വന്നത്. 4 സെൻറ്റ് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അവർ എന്നെ വീട് വെച്ചില്ല. പക്ഷേ റോഡ് സൈഡിൽ കണ്ണായ വസ്തു, കോടികൾ വരുന്ന വസ്തു, എത്ര ഏക്കറാണ്? 1 ഏക്കർ. 1 ഏക്കർ വസ്തു. ഇത് കൊടുക്കാനൊരു മനസ്സ് വേണ്ടേ സാറേ? മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നെങ്കിൽ നമ്മൾ ആ മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ പണം വേണ്ട, മനസ്സ് വേണം. ആ മനസ്സ് ആർക്കും ഉണ്ടാവുന്നോ അവർക്ക് പണം ഉണ്ടാവും. ഈ മനസ്സ് ഇല്ലാതിരുന്നാൽ ഒരു കാര്യം നടക്കുന്നില്ല. കാരണം നമ്മളത് അന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് സമ്പത്തില്ലായിരുന്നു, തിന്നാനും കുടിക്കാനും പറ്റില്ല. ഇന്ന് ഇതെല്ലാം കിട്ടിയപ്പോൾ നമ്മൾ ആരോഗ്യം പറ്റുന്നില്ല. ഇതാണ് ദൈവത്തിൻ്റെ ഓരോ കളി. ഇതാണ് ഇന്ന് നമുക്ക് മെത്ത ഉണ്ട്, കട്ടിലുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനമില്ല. എന്താണ് കാരണം? എന്താ സമാധാനമില്ലാത്ത? ഇതുപോലെ കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ സമാനമായിട്ട് ഇത്തിരി ഉറക്കാം. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ എന്തായിരിക്കും? സത്യം പറഞ്ഞ് നമ്മൾ ഈ പണം സമ്പാദിക്കുന്നത് വീട്ടിൽ പാമ്പ് വളർത്തുന്ന പോലെയാണ്. പാമ്പ് നമ്മൾ എന്ത് ചെയ്യുമോ അതാണ് ഈ പണം നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. മക്കളാവട്ടെ, ഭാര്യയാവട്ടെ, കുടുംബക്കാരാവട്ടെ, സ്വന്തക്കാരാവട്ടെ, കൂട്ടുകുടുംബം ആരായിരുന്നാലും ശരി, ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മളെ കൊണ്ട് ഒക്കുന്ന സമ്പത്തിനെ ദുരുപയോഗം ചെയ്യാതെ നല്ല കാര്യങ്ങൾക്ക്, പാവങ്ങൾക്ക്, സാധാരണക്കാരങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാണ് ഈ ലോകത്ത് ഏറ്റവും കാണിക്കുന്ന ഒരു നല്ല ഒരു പ്രവർത്തനം. ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുള്ളവർ വരണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം നമ്മളിനി എന്തെല്ലാം സമ്പാദിച്ച് വെച്ചാൽ ഏത് സമ്പാദിച്ച് വെച്ചിട്ട് ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടാവുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നത് എനിക്കറിയത്തില്ല. പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രവർത്തിച്ച് എന്തെങ്കിലും ചെയ്താലും ജനിക്കുന്നത് വലിയ കാര്യമില്ല, നമ്മുടെ മരണസമയത്താണ് കാര്യം. ജനിക്കുന്ന ആദ്യം എങ്ങനെ വേണമെങ്കിൽ ജനിക്കാം, പക്ഷെ മരണസമയത്ത് നല്ല സന്തോഷമായിട്ട് മരണം വരണമെങ്കിൽ നല്ലതുപോലെ പ്രവർത്തിക്കുക, നല്ലത് ചെയ്യുക. ഉള്ള സമ്പത്തുകൊണ്ട് കോടിയിൽ ഇന്ന് യഥാർത്ഥത്തിൽ ഈ ലഹരി എന്ന് പറയുന്നത് എന്താണ്? മയക്ക് മരുന്നെല്ലാം അടിക്കുന്ന നല്ല ലഹരി. പണം മൂത്ത് തലയ്ക്കകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണില്ലാതെ അവൻ ഇനി സമ്പാദിക്കണം ചിന്തിക്കുന്ന അതാണ് ലഹരി എന്ന് പറയുന്നത്. അല്ലാതെ വേറെ സാധാരണക്കല്ല. അപ്പോൾ അതുപോലെ ആളുകൾ, നല്ല മനസ്സുള്ള ആളുകളുണ്ട്. ഇപ്പോഴും നമ്മളെ കടയ്ക്ക് 1-2 സുഹൃത്തുക്കൾ വസ്തു കിടപ്പുണ്ട്, കൊടുക്കാൻ തയ്യാറുണ്ട്. ഈ വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു ആളില്ലാത്തതുകൊണ്ട് അവർ പെൻഡിങ്ങിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് 6 വർഷമായിട്ടൊരു ടെൻഷൻ ഉണ്ടായി. ഇന്നത്തെ അവസ്ഥ ടെൻഷൻ മാറി. കാരണം എന്താ, ഈ 6 വർഷം കൊണ്ട് ഞാൻ മുടക്കിയ പൈസ വെറുതെ കിടക്കുന്ന, ഒരു ഉപയോഗമില്ലാതെ കിടക്കുന്നത്. അതിനൊരു തീരുമാനം. പിന്നെ പഞ്ചായത്ത് ഉടനെ വയ്ക്കാന്ന് പറയുമ്പോൾ അവരെ 1-2 തടസ്സങ്ങൾ, അവരെ കുറ്റമല്ല, പഞ്ചായത്തിൻ്റെ കുറ്റമല്ല. വന്നു പിന്നെ എന്ന് അവർ നേരത്തെ പറഞ്ഞാൽ 50 വർഷത്തെ അവരാ വാക്കാണ്. 50 വയ്ക്കുന്ന വീട് 50 വർഷത്തെ ജീവിക്കാനുള്ള വീട് വയ്ക്കുന്നവർ. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ അവർ വയ്ക്കാൻ തീരുമാനിച്ചത്. കണ്ടുമുട്ടിയ കാലം മുതലേ ഒറ്റ ചങ്ങാതിയാണ്. എവിടെ പോകണം ചങ്കാണ്. നമ്മളെവിടെ പോയാലും ഒരുമിച്ചാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയും. ഈ വസ്തുവിന് കൊടുക്കാനുള്ള പല സ്ഥലങ്ങളും നമ്മൾ പോയി നോക്കി. അവിടെ ഇതൊക്കെ ദൂര സ്ഥലങ്ങളായത് അതൊന്നും നടന്നില്ല. അതുമല്ല, ഉൾപ്രദേശം
പാവപ്പെട്ട കൊടുക്കപ്പോഴും നല്ല രീതിയിൽ കൊടുക്കണമെന്നുള്ള ഒരു ഇങ്ങനെ കൂട്ടുകാരനെ കിട്ടിയാൽ വളരെയധികം സന്തോഷവും അഭിമാനിക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ വലം കൈ പോലെയാണ് നടക്കുന്നത്, ഇടവും ബലവും. എവിടെ പോകണമെങ്കിലും നമ്മൾ രണ്ടും ഒരുമിച്ച് ഇതാ പോകുന്നതും വരുന്നത്, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യും. ചേട്ടൻ്റെ ചിന്തയും കാഴ്ചപ്പാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല നല്ല അഭിപ്രായം പറയാനുള്ളൂ. ഇതല്ലാതെ വീണ്ടും നമ്മൾ ഇതിന് മുമ്പ് ഒരു സ്ഥലം വാങ്ങി അതിൽ ഇന്നും 10 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല. അതിന് ഇപ്പോഴും കേസിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും ഇത് അടുത്ത പരിപാടിക്ക് വീണ്ടും വേറെ വസ്തു അടിച്ചു കൊടുത്തത്. ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കാനൊരു മനസ്സാണ്. അത് അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ യൂസുഫ് അലി സാർ ഈ അടുത്തടുത്ത് ഒരു വാർത്ത പറഞ്ഞത്, യൂസുഫ് അലി സാർ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അതായത് നമ്മൾ മക്കളുടെ സമയത്ത് നമ്മൾ അധ്വാനിക്കാൻ വേണ്ടി പാടുപെടുന്നത്. ഇന്ന് മക്കളെ പേരക്കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് പൊതുവെ എല്ലാ സ്ഥലത്തും പേരക്കുട്ടികൾ വെച്ച് എത്രയോ ആളുകൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ്. മക്കളുടെ സമയത്ത് നമ്മൾ അധ്വാനം കാര്യങ്ങളായിട്ട് അങ്ങ് പോവുകയില്ലേ, മനസ്സിലായില്ല. ഒരുപാട് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ത്യാഗമുണ്ട്. ത്യാഗം ഇല്ലാതെ പറ്റത്തില്ല. അത്രയും ത്യാഗവും കാര്യങ്ങളുണ്ട്. പിന്നെ ഏതിനും ഒരു വീതിയാണ്, അനുഗ്രഹം ഉണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടെ ഒരു ഇത് കാണിച്ചാൽ ദൈവം ഒരിക്കലും പരാജയപ്പെടുത്തതില്ല. ഇത് വില കൊടുത്ത് മേടിച്ചാണ്. ഇതിൽ ഏറ്റവും ഒരു വേദനപരമായ കാര്യം വേറൊരു വിഷയം എന്ന് പറയാൻ, കടയ്ക്ക് ലൈഫ് പദ്ധതിയിലേക്ക് വസ്തു വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാസർഗോഡ് കുമിലിക്കുളത്തിൻ്റെ അവിടെ ഒരു 1 ഏക്കർ വസ്തു മേടിച്ച് 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് എല്ലാം കരാർ ചെയ്ത് പഞ്ചായത്തിൽ വന്ന് എല്ലാം ഓക്കെ ആക്കി വെച്ചതാണ്. പക്ഷേ അവർ വസ്തു തന്നില്ല. വസ്തു 2 വർഷം കൊണ്ട് തരാൻ തന്നില്ല. അവസാനം ഞാൻ കേസിന് പോയി. ഇപ്പോൾ ഞാൻ കേസിന് അടയ്ക്കാണ്. എൻ്റെ 10 ലക്ഷം രൂപ അതിൽ കൊടുത്ത് ആ വസ്തു അവർ തരാത്തതിന് ഞാൻ കേസിന് അടയ്ക്കാണ്. അതിനുശേഷമാണ് ഈ വസ്തു ഞാൻ മേടിക്കുന്നത്. ഈ ലൈഫ് പദ്ധതി സ്കീം തീരും പെട്ടെന്ന് മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ മുൻ പ്രസിഡന്റ് പിന്നെ ഇടപെട്ടിയാണ് ഈ വസ്തു മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വസ്തു അങ്ങനെ മേടിക്കാൻ പറ്റിയത്. ദൈവം ഒക്കെ കാണുന്നുണ്ട്, സംശയമുള്ള കാര്യത്തെ ദൈവം കാണുന്നതുകൊണ്ടാണല്ലോ ഇത് തെളിവ്. നമ്മളിപ്പോൾ വ്യത്യാസമൊന്നുമില്ലാതെ സാറേ പഠിക്കാനൊന്നും നമ്മളാരും പോയിട്ടൊന്നുമില്ല, പഠിച്ചിട്ടില്ല. ഞാൻ 2ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. കേരളത്തിൽ വന്നു. ഇതാ ഞാൻ 78 നിലവിൽ വന്നു. 83 കാലഘട്ടത്തിൽ കടയ്ക്കൽ വന്നു. പുളിയൻകുടി പോകാൻ പിന്നെ എല്ലാവരും ഉണ്ട്. പിതാവ് ഈ അടുത്ത ഒരു 8-9 മാസം മരണപ്പെട്ട്, പിതാവ് മരണപ്പെട്ട് എല്ലാവരും ഉണ്ട്. സഹോദരന്മാർ 6 പേരുണ്ട്. നമ്മുടെ ഫാമിലിയെല്ലാം നല്ല ഫാമിലിയും കാര്യങ്ങളാണ്. അപ്പം ജനിച്ച നാടിന് വേണ്ടിയിട്ടല്ല, വളർന്ന നാടിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളിപ്പോഴേ എത്തിയതിൽ കടക്ക് വാസികൾ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നവരെ ജീവിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവരെ സ്നേഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ഏതെങ്കിലും തരത്തിൽ മോശം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെതിരെ കാര്യങ്ങളും ഉണ്ടാവും. അത് നമ്മൾ ഒരിക്കലും മതിമറന്ന് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളിവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി വന്നെങ്കിൽ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാം. നമ്മളിവിടെ നോക്കുന്ന ഇപ്പോഴും പറഞ്ഞില്ലേ, നമ്മളെ കൊണ്ട് ഏതെല്ലാം കാര്യം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്നും വിഷയമല്ല. ഇപ്പം നമ്മൾ തന്നെ ഇസ്ലാം ആകുമ്പോൾ ചക്കാത്ത് കൊടുക്കാൻ നിർബന്ധം കൊടുക്കും. അത് നിർബന്ധമാണ്, അത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതാര് കൊടുക്കുന്നത്? എല്ലാവരും പലിശയ്ക്ക് കൊടുത്ത് അത് കൊടുത്ത് സമ്പാദിക്കുന്നതല്ലാതെ ഇതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആർക്കും വയ്യ. ഡാക്ടർമാർക്ക് ആശുപത്രിയിലേക്ക് 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം കൊണ്ട് കൊടുക്കുന്നു. സാധാരണ ഒരാൾ വന്ന് ഒരു 100 രൂപ കൊടുക്കുന്ന കൊടുക്കുന്നില്ല. പിന്നെ ഇതെങ്ങനെ മുന്നോട്ട്? വസ്തു വാങ്ങി നൽകിയത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് അബ്ദുള്ള നൽകിയ മറുപടിയാണ് എല്ലാവരും കേട്ടും മനസ്സിലാക്കിയും പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ള ഗുണം എന്ന് പറയുന്നത് നമുക്കുള്ള ആയുസ് നമ്മളെ ആരോഗ്യം എന്തെങ്കിലും വലുതായിട്ട് വരുന്ന അസുഖമെല്ലാം ചെറുതായിട്ടൊന്ന് മാറും എന്ന് നമ്മൾ വിശ്വസിക്കുക. ആരും കൊണ്ടുപോകണോ? ഇതുവരെ ആരും കൊണ്ടുപോയി ചരിത്രമില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയ്ക്കാമായിരുന്നു. ആരും കൊണ്ടുപോകണില്ല. എല്ലാം കൈവീശാൻ അവരും പോണത് ഒരു രൂപയില്ല. നമ്മൾ പെട്ടിയിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ 3 എല്ലാം ഇങ്ങോട്ട് വരും. 3 വിഷയം മാത്രമേ അവിടെ പങ്കും. നമ്മൾ എന്ത് ചെയ്ത് നല്ല ദാനധർമ്മം ചെയ്താൽ ചക്കാത്ത് കൊടുത്താൽ അത് മാത്രമേ നമുക്ക് അവിടെ